ഞങ്ങളിപ്പം മൂന്നാമത്തെ ഡേറ്റാണ് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പം ഞങ്ങളടുത്ത് പറഞ്ഞിരിക്കുന്നത് ഫൈനൽ പറഞ്ഞിരിക്കുന്നത് 10-ാം തീയതി നാളെ. അത് ഞങ്ങൾക്ക് ഒഫീഷ്യലായിട്ടൊന്നുമല്ല, ഞങ്ങൾക്ക് വാക്കാൽ ഞങ്ങളടുത്ത് വീണ്ടും പറയുന്നു. ഒഫീഷ്യലായിട്ട് ഞങ്ങൾ ചോദിച്ചപ്പം അവർക്കും ഇതിനെക്കുറിച്ച് ഒഫീഷ്യലായിട്ടുള്ളൊരു രേഖയും കിട്ടിയില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ഞങ്ങൾ ഞെട്ടിയിരിക്കുകയാണ്. കാരണം ഇതിൻ്റെ പുറകോട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ കേരളത്തിലെ പൊതുസമൂഹം മുഴുവൻ കണ്ടതാണ്. ഇന്നലെ നമ്മൾ എറണാകുളത്ത് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ട് നമ്മളൊരു ചർച്ചയിൽ കോഴിക്കോടിനെ റെപ്രസെൻറ്റേറ്റീവ് ഞാനാണ് പോയിരുന്നത്. ഒരു ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. അവിടെ കമ്പനിയുടേതെന്ന് അവകാശപ്പെടുന്ന ഒരു ലീഗൽ അഡ്വൈസർ അദ്ദേഹം അവിടെ ഇന്നലെ വന്നിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലായത്, ഞാനതൊന്ന് ചുരുക്കി പറയാം. നമ്മൾ ആ ഒരു ഇതിൽ ലേബർ കമ്മീഷണർ, പിന്നെ ബഹുമാനപ്പെട്ട അവിടുത്തെ MLA ഉമാ തോമസ് അവരൊക്കെ പങ്കെടുത്തിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ അദ്ദേഹം കാര്യങ്ങളൊക്കെ നിയമത്തിൻ്റെ വശം പറഞ്ഞു. ആദ്യം കുറച്ച് സമയം ഇരുന്ന് നിയമത്തിൻ്റെ വശം പറഞ്ഞിട്ട് ഞങ്ങൾ 3 മാസത്തെ നോട്ടീസ് പീരീഡിന് പകരമായിട്ട് സാലറി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഘടകങ്ങളൊക്കെ പറഞ്ഞു. യൂണിയൻ നേതാക്കളൊക്കെ അന്ന് അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് ആ കൂട്ടത്തിൽ അദ്ദേഹം ഒരു വാക്കുകൂടെ പറഞ്ഞു. അതായത് കേരളത്തിൽ ഇത് ഇത്രയും വലിയൊരു ഇഷ്യൂ ആവുമെന്ന് അവർ ചിന്തിച്ചില്ല എന്നാണ് അവർ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അവർ ആ ഒരു രീതിയിലാണ് ഇത് ഹാൻഡിൽ ചെയ്തത്. എന്നിട്ട് ആ ഒരു മീറ്റിങ്ങിന് ശേഷം നിങ്ങളെല്ലാവരും കണ്ടതാണ്, അവിടെ വന്നിരുന്ന എല്ലാ പത്രമാധ്യമങ്ങളുടെയും മുന്നിലും ദൃശ്യമാധ്യമങ്ങളുടെ മുന്നിലിരുന്നിട്ട് ബഹുമാനപ്പെട്ട MLAയും ലേബർ കമ്മീഷണറും പറഞ്ഞത്, ഞങ്ങൾക്ക് 10-ാം തീയതിയിലേക്ക് അവരുമായിട്ട് ഞങ്ങൾ ചർച്ചയ്ക്ക് ശ്രമിക്കുന്നുണ്ടെന്നാണ് ലേബർ മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. നാളെ മുതൽ, അതായത് ഇന്ന് മുതൽ അവർക്ക് കൃത്യമായി അവരെ ഓഫീസിലേക്ക് പ്രവേശിക്കാം. 9 മണി മുതൽ 6 മണി വരെ അവർക്ക് ഓഫീസിലിരിക്കാം. ഒരു പക്ഷേ, അങ്ങനെ തന്നെയാണ് MLAയുടെ വകകൾ, ഒരു പക്ഷേ അവർക്ക് അവരുടെ ജോലി, അതായത് ഞങ്ങളിവിടെ ഒരു ചാർട്ട് പ്രോസസ്സിംഗ് എന്നാണ് ഞങ്ങൾ പറയുക, ആ ജോലി അവർക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവർക്ക് അവിടെ പ്രവേശിക്കാനും അവർക്ക് ഇരിക്കാനും അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നുള്ളൊരു വാക്ക് ഞങ്ങൾക്ക് തരുന്നതിന് മുമ്പ് അത് മാധ്യമങ്ങൾക്ക് നൽകിയിട്ടാണ് ഞങ്ങളോട് പറയുന്നത്. അത്രയും പബ്ലിക്കായിട്ട് കൊടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അതവർക്ക് കിട്ടിയിരിക്കുന്നത് കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഒരു ഉറപ്പില്ലാതെ ഒരിക്കലും ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധി അത് പറയുമെന്നോ ഒരു ലേബർ കമ്മീഷണർ അത് പറയുമെന്നോ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ആ വാക്ക് വിശ്വസിച്ചുകൊണ്ടാണ് 900-ഓളം വരുന്ന ജീവനക്കാർ കൊച്ചിയിലും കോഴിക്കോടുമായിട്ട് ഇന്ന് വന്നത്. അപ്പോൾ ഇന്ന് കോഴിക്കോട് വന്നിരിക്കുമ്പോൾ നമ്മൾ കണ്ട അവസ്ഥ എന്താണ്? ഞങ്ങൾക്ക് ഈ ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് പ്രവേശനമില്ല. ഈ ബിൽഡിങ്ങിനകത്തേക്ക് പ്രവേശിക്കാനുള്ള എല്ലാ വഴികളും അവർ അടച്ചിരിക്കുകയാണ്. ഈ ലേബർ ഈ ലീഗൽ അഡ്വൈസർ ഇന്നലെ അവിടെ നിന്ന് പറഞ്ഞത്, കോറോ ഹെൽത്ത് എന്ന കമ്പനിക്ക് നിലവിൽ കേരളത്തിലെ ഈ ഓഫീസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതിപ്പോൾ കംപ്ലീറ്റ്ലി ഇൻഡിക്യൂബിൻ്റെ അണ്ടറിലാണ്. ഞങ്ങൾ അവരായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. അങ്ങനെയാണ് ഇന്നലെ പറഞ്ഞത്. നിങ്ങൾക്ക് MLAയോടോ അല്ലെങ്കിൽ ലേബർ കമ്മീഷനോടോ ചോദിച്ചാൽ മനസ്സിലാവും. അപ്പോൾ അവരങ്ങനെയാണ് പറഞ്ഞത്. ഇന്ന് ഇവിടെ ബഹുമാനപ്പെട്ട ഇവിടുത്തെ MLA അഡ്വക്കേറ്റ് ജയന്ത് വന്നപ്പോൾ ഈ ഇൻഡിക്യൂബിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു മാനേജറുണ്ട്, അദ്ദേഹം വിഷ്ണു എന്നാണ് പേര്. അദ്ദേഹം പറഞ്ഞു അവർക്ക് പോലും ഈ സ്ഥാപനത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനമില്ല. ഇന്നലെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഇന്നലെ രാത്രി ഈ കോറോ ഹെൽത്ത് കമ്പനിയുടെ അധികാരികൾ വന്നിട്ട് ഇതിൻ്റെ താക്കോല് വാങ്ങിച്ച് ഇവരെ കയ്യിൽ നിന്ന് താക്കോല് വാങ്ങിയിട്ട് അവരുടെ കോറോ ഹെൽത്തിൻ്റെ പൂട്ടിട്ട് ഇത് പൂട്ടിയിട്ടാണ് പോയിരിക്കുന്നത്. നിങ്ങൾക്ക് അദ്ദേഹം ഇവിടെ ഉണ്ട്, അദ്ദേഹത്തോട് ചോദിക്കാം. അദ്ദേഹം ഈ വാക്ക് അഡ്വക്കേറ്റിൻ്റെ MLAയുടെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാനത് കൺഫേം ചെയ്തു. നിങ്ങളെ മുന്നിൽ നിന്നാണ് ഞാനത് കൺഫേം ചെയ്തത്. ഉറപ്പാണോ നിങ്ങൾ ഈ പറഞ്ഞത് ശരിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ഞാൻ പറഞ്ഞു ഇന്നലെ ഇങ്ങനെയാണ് ലീഗൽ അഡ്വൈസർ വന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇല്ല, ഇതിങ്ങനെയാണ് സംഭവിച്ചത്. MLA അതൊന്നുകൂടെ കൺഫേം ചെയ്തു, ഡബിൾ കൺഫേം ചെയ്തു. ഉറപ്പാണല്ലോ എൻ്റെ മുന്നിൽ നിന്നാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞു അതെ. അപ്പോൾ ഈ കമ്പനി വ്യക്തമായ ധാർഷ്ട്യമാണ് ഇവിടെ കാണിക്കുന്നത്. അവർ ഗവൺമെൻറ്റിന് കൊടുത്തു എന്ന് ഗവൺമെൻറ് ഞങ്ങളോട് പറയുന്ന വാക്ക്, ഞങ്ങൾക്കിപ്പോൾ അത് അങ്ങനെ പറയാൻ സാധിക്കുകയുള്ളൂ. അതായത് ലേബർ മിനിസ്റ്റർ ഇന്നലെ എല്ലാ ന്യൂസ് ചാനലിലും എന്ന് പറഞ്ഞ വാക്ക് 10-ാം തീയതി ചർച്ച, ഞങ്ങളോട് കമ്പനി പറഞ്ഞിട്ടില്ല, അവർ ഗവൺമെൻറ്റിനോട് പറഞ്ഞതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞങ്ങളോടും നിങ്ങളോടും പറഞ്ഞത് ഗവൺമെൻറ്റാണ്. ആ വാക്ക് പോലും പാലിക്കാനോ അവരോട് പറയുന്നത് പച്ചക്കള്ളമാണെന്ന് ഇവിടെ വ്യക്തമായിരിക്കുക. ഇനി എന്ത് വിശ്വസിച്ചാണ് ഈ 10-ാം തീയതിയിലെ ചർച്ചയ്ക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കേണ്ടതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. ഈ അടുത്ത വെള്ളിയാഴ്ച 10-ാം തീയതി എന്ന് പറയുമ്പോൾ ഈ വരുന്ന വെള്ളിയാഴ്ചയാണ്. 7 ദിവസം 8-ാമത്തെ ദിവസമാണ് ഞങ്ങൾക്ക് ഈ പ്രശ്നം ആരംഭിച്ചിട്ട്. ഈ 8 ദിവസം ഇതിങ്ങനെ അനിശ്ചിതത്തിൽ തുടരുക. ഇത് എന്ന് തീരുമാനമാണെന്ന് വെച്ചിട്ട് കാത്തിരിക്കണം. എന്നിട്ടിപ്പം ഞങ്ങളടുത്ത് MLA പറഞ്ഞത് അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ പ്രോസിക്യൂഷൻ നടപടികളിലേക്ക് പോകും, ഞങ്ങൾ കമ്പനി ഇവിടെ തുടരാനാണ് ശ്രമിക്കുന്നത്. ഞങ്ങളതിന് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടത് ഈ കമ്പനി ഇവിടെ തുടരുക എന്നുള്ളതാണ്. പക്ഷേ എത്ര കാലം? ഈ വെള്ളിയാഴ്ച വന്നിട്ട് ഞങ്ങളോട് പറയാം അവർ ആരും റെസ്പോണ്ട് ചെയ്തില്ല, തിങ്കളാഴ്ച നോക്കാം. ഞങ്ങളത് വിശ്വസിക്കണമെന്നാണോ പറയുന്നത്? അപ്പോൾ അതിന് ഞങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾക്കിതിൽ വ്യക്തമായൊരു ഉറപ്പ് കിട്ടണം. അത് മീഡിയയിൽ വന്ന് പറഞ്ഞു പോകുന്നില്ല, ഞങ്ങൾക്ക് രേഖാപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഉറപ്പ് കിട്ടണം. അതിനുള്ള കാര്യങ്ങൾ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ലീഗലി എങ്ങനെയാണ് ഞങ്ങൾക്കത് വാങ്ങിക്കേണ്ടത്, ഞങ്ങളത് മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം. ഞങ്ങൾ കൊച്ചി, നിങ്ങൾക്കറിയാവുന്ന പോലെ കൊച്ചിയും കോഴിക്കോടെയാണ്. കൊച്ചിയിലാണ് ഇതിൻ്റെ ഹെഡ് ഓഫീസ്. കൊച്ചിയിലെ പ്രതിനിധികളുമായിട്ട് ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരു ചർച്ച വയ്ക്കുന്നുണ്ട്. ആ ചർച്ചയ്ക്ക് ശേഷം ഇത് ഏത് രീതിയിൽ നാളെ മുതൽ കൈകാര്യം ചെയ്യണം എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കും. അത് ഞങ്ങൾ നിങ്ങളെ അറിയിക്കുകയും ചെയ്യും. പിന്നെ ഇതിൽ ഏറ്റവും രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട ഒരാളെയും ഗവൺമെൻറ്റിന് അങ്ങോട്ട് ബന്ധപ്പെടാൻ പറ്റുന്നില്ല, കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു. ഞാനിവരോട് ചോദിക്കുന്നത്, ഈ കമ്പനി ഈ ഗവൺമെൻറ് തലത്തിലുള്ള ഒരു സംവിധാനങ്ങളും അറിയാതെയാണോ കേരളത്തിൽ വന്ന് പ്രവർത്തിച്ചത് 4 വർഷം?
ഇവരെ ബന്ധപ്പെടാനോ ഇവരുടെ ഓഫീസുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇവരെ HR ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടോ ഇവരെ ഓണേഴ്സുമായി ബന്ധപ്പെട്ടോ ഒരു നമ്പറും കേരളത്തിലെ ഔദ്യോഗിക രേഖകളില്ലേ? ഒരു പെട്ടിക്കട ഇവിടെ തുടങ്ങണമെങ്കിൽ പഞ്ചായത്തിന് എന്തൊക്കെ രേഖകൾ നമ്മൾ കൊടുക്കണം? നമ്മളെ ആധാർ കാർഡ്, നമ്മളെ മൊബൈൽ നമ്പർ അടക്കം എന്തൊക്കെ സാധനങ്ങൾ നമ്മളിവിടെ കൊടുക്കണം? ഒരു OTP വരാൻ ലേറ്റായാൽ പിറ്റേന്ന് പോകണം അക്ഷയയിലോ അല്ലെങ്കിൽ മറ്റേ പഞ്ചായത്ത് ഓഫീസിലോ. എന്നിട്ട് ഇത്രയും വലിയൊരു കോർപ്പറേറ്റ് കമ്പനി കേരളത്തിൽ വന്ന് 4 വർഷമായിട്ട് പ്രവർത്തിച്ചിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അധികാരികളുടെയും നമ്പർ കേരള സർക്കാരിൻ്റെയോ ഇവിടുത്തെ ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയോ കയ്യിലില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ ഇത് അല്പം ബുദ്ധിമുട്ടാണ്. ഇത് കണ്ണടച്ച് വിശ്വസിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ വ്യക്തമായ രീതിയിൽ പ്രക്ഷോഭത്തിലേക്ക് ഞങ്ങൾ പോകും. അത് ഏത് രീതിയിൽ വേണമെന്നുള്ളത് ഇപ്പോൾ അവർ നിയമം പറഞ്ഞിട്ടാണ് ഞങ്ങളടുത്ത് പറഞ്ഞിരിക്കുന്നത്. നിയമപരമായി ഇത്രയും തന്നാൽ മതി എന്നുള്ളത്. നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഞങ്ങൾ ചെയ്യും തീർച്ചയായിട്ടും. ഞങ്ങൾക്ക് ഉത്തരം തരേണ്ടത് ഇവിടുത്തെ തൊഴിൽ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഈ ചോദ്യത്തിന് അവർ ഉത്തരം പറയട്ടെ. ഞങ്ങൾ ഓൾറെഡി ചോദിച്ചതാണ്. കഴിഞ്ഞ 3 ദിവസമായിട്ട് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുക. ഞാൻ വ്യക്തമായിട്ട് ഇന്നലെ കൊച്ചിയിൽ മാധ്യമങ്ങളുടെ മുന്നിൽ ഞാൻ പറഞ്ഞു, ഈ കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് അവർ കോഴിക്കോടുകാരിയാണ്. ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ ഇവിടുത്തെ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ലേബർ ഡിപ്പാർട്ട്മെൻറ്റോ സർക്കാർ വിചാരിച്ചാൽ ആ ഒരു വൈസ് പ്രസിഡന്റിൻ്റെ നമ്പർ, കോഴിക്കോടുകാരിയായ ഒരു വൈസ് പ്രസിഡന്റിൻ്റെ നമ്പർ ഒപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് എന്താണ് അപ്പോൾ കേരളത്തിൽ നടക്കുന്നത്? എന്താണ് ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം? അങ്ങനെയാകുമ്പോൾ എന്താണ് ഇവിടുത്തെ നിയമവ്യവസ്ഥയുടെ അവസ്ഥ? എന്താണ് അങ്ങനെയാണെങ്കിൽ? ഇവരൊരു നമ്പറും ഒരു രേഖകളും ഇല്ലാതാണോ കേരളത്തിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ഓഫീസ് 4 വർഷം ഇവിടെ തുടങ്ങിയത്? അങ്ങനെയാണെങ്കിൽ അവരിവിടെ ടാക്സ് അടച്ചിട്ടുണ്ടാവില്ലേ? ഞങ്ങളെല്ലാവരെയും ശമ്പളത്തിൽ നിന്ന് പ്രൊഫഷണൽ ടാക്സ് എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ മാത്രം കൂടുതലാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങളോട് വാങ്ങിക്കുന്നുണ്ട്. ശരിയായിരിക്കും, എനിക്കറിയില്ല അതിനെക്കുറിച്ച്. പക്ഷേ ഞങ്ങളോട് വാങ്ങിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സാലറി സ്ലിപ്പിൽ അതുണ്ട്. ഈ പ്രൊഫഷണൽ ടാക്സ് അവരയക്കുന്നത് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്കല്ലേ, ഇവിടുത്തെ കോർപ്പറേഷനിലേക്കല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കോർപ്പറേഷനിൽ അതിൻ്റെ രേഖകൾ ഉണ്ടാവണ്ടേ? അതെന്താ അവിടെ കൊടുക്കാത്തത്? അതെന്താ അവർക്ക് കിട്ടാത്തത്? അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഈ IndiCube എന്ന് പറയുന്നവരുമായിട്ടാണ് അവർക്ക് എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ IndiCube അവരുടെ അടുത്ത് ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ് ഈ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഇവിടുത്തെ ലേബർ ഡിപ്പാർട്ട്മെൻറ്റോ IndiCubeൻ്റെ അടുത്ത് നിന്ന് അവരുടെ ബന്ധപ്പെട്ട അധികാരികളുടെ നമ്പർ വാങ്ങിയിട്ട് അവരെ കണക്ട് ചെയ്യാൻ ശ്രമിക്കാത്തത്? സർക്കാർ അത് തെളിയിക്കണം. സർക്കാർ തെളിയിക്കേണ്ട സമയം നിങ്ങൾ മനസ്സിലാക്കണം. വെള്ളിയാഴ്ച ഞങ്ങൾക്ക് ഉറപ്പ് തന്നത് തൃക്കാക്കര MLA, ഞാൻ മനസ്സിലാക്കിയത് ഉമാ തോമസ് ആണ്, ലേബർ കമ്മീഷണറാണ്. ഇവരൊക്കെ സർക്കാർ ജീവനക്കാരല്ലേ, സർക്കാരിൻ്റെ ആളുകളല്ലേ? അവരാണ് അവിടുന്ന് ഞങ്ങളടുത്ത് പറയുന്നത് തിങ്കളാഴ്ച നിങ്ങൾക്ക് വരാം. തിങ്കളാഴ്ച ഞങ്ങൾ വന്നില്ലേ? ഞങ്ങൾ 900 സ്റ്റാഫും തിങ്കളാഴ്ച ഈ 2 ഓഫീസിൽ വന്നില്ലേ? എന്താ ഇന്നലെ സംഭവിച്ചത്? ഇന്നലെ ഞങ്ങൾക്ക് ഓഫീസിൽ കയറാൻ പറ്റുമോ? ഗർഭിണികളായ സ്ത്രീകളടക്കം പൊരിവേലത്ത് നിന്നില്ലേ? കൊച്ചിയിൽ വെയിലാണെങ്കിൽ ഇവിടെ മഴയായിരുന്നു. ഇത്ര ആളുകൾ കഷ്ടപ്പെട്ട് നിന്നില്ലേ? ഉച്ചവരെ ഞങ്ങൾ നിന്നില്ലേ? ഞങ്ങൾക്ക് കയറാൻ സമ്മതിച്ചു. എന്നിട്ട് എന്താ പറഞ്ഞത്? 11 മണിക്ക് ചർച്ച എന്നൊരു നാടകം വെച്ചു. എവിടെ? ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ. ആ 11 മണിയുടെ ചർച്ച കഴിഞ്ഞ് 1 മണിക്ക് MLAയും ലേബർ കമ്മീഷണറും ഞങ്ങളുടെ ഓഫീസിലെത്തുന്നവരെ ഇത്രയും ആളുകൾ പുറത്ത് നിന്നില്ലേ? ഒരു ശുചിമുറി ഉപയോഗിക്കാനുള്ള സൗകര്യം അവർ ചെയ്തു കൊടുത്തോ? ഒരു സൗകര്യം അവിടെ ചെയ്തു കൊടുത്തില്ല. ഈ ഫെസിലിറ്റി, ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾക്കറിയാം, നിങ്ങൾക്കൊരു വാഷ്റൂം ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് പുറത്തല്ല, നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോകണം. ഞങ്ങളത് കൊച്ചിയിലും സമാനമായ അവസ്ഥയാണ്. പുറത്തൊന്നുമില്ല. അവിടെ ആകെയുള്ളത് വേറൊരു മാക്സ് എന്നുള്ളൊരു ബിൽഡിംഗ് മാത്രമാണ്, മീൻസ് ഷോറൂം മാത്രമാണ്, വേറെ ഒന്നും അവിടെ ഇല്ല. ഇത്രയും ഞങ്ങൾ വിശ്വസിച്ച് നിന്നില്ലേ? ഇനി ഞങ്ങളോട് പറയുന്നു 10-ാം തീയതി വരെ കൂടെ നിങ്ങൾ വിശ്വസിക്കും. 10-ാം തീയതി അവർ പറയുന്നു 13-ാം തീയതി വിശ്വസിക്കും. ഞങ്ങളത് വിശ്വസിക്കണോ? അപ്പോൾ ഞങ്ങൾ വിശ്വസിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾക്ക് അതിനൊരു ഉറപ്പ് ലഭിക്കണം. അതാണ് ഞങ്ങൾ പറഞ്ഞത്. ആ നിബന്ധന ഞങ്ങൾ സർക്കാരിന് മുന്നിലേക്ക് വയ്ക്കും. ഞങ്ങൾ പ്രതിനിധികൾ ഇന്ന് ചർച്ച നടത്തുന്നുണ്ട്. ഞങ്ങൾ ഈ ചോദ്യത്തിന് ഞങ്ങൾ ഉത്തരം പ്രതീക്ഷിക്കുന്നുണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്. എന്തുകൊണ്ട് ആരെയും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല? അത് സർക്കാർ അല്ലെങ്കിൽ ഇവിടുത്തെ ലേബർ ഡിപ്പാർട്ട്മെൻറ്റ്, കോർപ്പറേഷന് അല്ലെങ്കിൽ വേറെ അവർ വിളിച്ചത് അവൾ വ്യക്തമാക്കി പറയണം. എന്തുകൊണ്ട് കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരാളെ നമ്പർ ലഭിക്കുന്നില്ല? എന്തുകൊണ്ടാണ് ഒരു പച്ചക്കള്ളം പറയുന്നത്? IndiCubeൻ്റെ അണ്ടറിലാണ്. IndiCubeൻ്റെ നിങ്ങൾക്ക് ചോദിക്കാൽ അവർ പറഞ്ഞല്ലോ, MLAയുടെ മുന്നിലല്ലേ പറഞ്ഞത് ഞങ്ങൾ വരെ പുറത്തേക്ക് ക്ലോസ് ചെയ്തു എന്ന്. തൊഴിൽ വകുപ്പ് മന്ത്രിയാണ് ഇപ്പോൾ ഇന്നലെ വൈകുന്നേരത്തെ എല്ലാ ന്യൂസിലും മാധ്യമങ്ങളിലും വന്നിട്ട്. ഇന്ന് ഞങ്ങളുടെ പ്രതിനിധികളുമായിട്ട് ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ ചർച്ച ചെയ്തിട്ട്, ഞാൻ പറഞ്ഞു കൊച്ചിയിലാണ് ഹെഡ് ഓഫീസ്, ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് ഇത് ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. ഇന്ന് രാവിലെ പിന്നെ ഞങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോയതിൻ്റെ കാരണം അതുകൂടെ പറയാം. ഇന്ന് രാവിലെ ഞങ്ങളടുത്ത് MLA പറഞ്ഞപ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഇവിടെ നിങ്ങൾ കണ്ടു ഏതാണ്ട് 85% സ്ത്രീകളാണ്. അവരെ ഇവിടെ ഞങ്ങൾ പിടിച്ചു വെക്കുമ്പോൾ ഞങ്ങൾ കാണിക്കുന്നത് ഒന്നാമത് അവർക്ക് അവരുടെ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം അവരോട് പോകാൻ പറഞ്ഞാണ്. നാളെ കുറച്ച് പേര് വന്നിട്ട് ഒപ്പിടാനാണ് പറഞ്ഞത്. അതെങ്ങനെ വേണമെന്നുള്ളത് ഞങ്ങൾ ഇന്ന് വൈകുന്നേരം തീരുമാനിച്ചിട്ട് ഞങ്ങളത് സർക്കാരിലേക്ക് അറിയിക്കും. MLAയോ അല്ലെങ്കിൽ ലേബർ കമ്മീഷനെ ഞങ്ങൾ രേഖാമൂലം അറിയിക്കും ഞങ്ങൾക്കിത് വേണമെന്നുള്ളത്.